അല്ലെങ്കിൽ കാലുമുട്ടുകൾ മടക്കി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് കുറച്ച് ശമനം ഉണ്ടാവും. അതായത് ആ പേഷ്യൻ്റ് പറയുന്ന പൊസിഷൻ, നമുക്ക് കുറച്ചെങ്കിലും സുഖം തോന്നുന്ന പൊസിഷൻ എന്ന് പറയുന്നത് മുട്ട് രണ്ടും മടക്കി നേരെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷന്, ഈ IBDP എന്ന് പറയുന്ന ഈ കണ്ടീഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചികിത്സയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നമുക്ക് പെട്ടെന്ന് തുടക്കത്തിൽ തിരിച്ചറിയുന്ന ലക്ഷണം എന്ന് പറയുന്നത് ഈ പിയേഴ്സിങ് പെയിൻ തന്നെയാണ്, തുളച്ച് കയറുന്ന വേദന. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ കുറച്ച് നാളുകളൊക്കെ ഒരാഴ്ചയൊക്കെ ഈ പെയിൻ ആകുമ്പോഴേക്കും രണ്ട് കാലിലേക്കും തരിപ്പ് വരാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു കാലിലായിരിക്കാം, കാലിലേക്ക് തരിപ്പും വേദനയും. അത് നടുവിന് ഈ വരുന്ന നെർവിൻ്റെ കംപ്രഷൻ കൊണ്ടാണ്, സയറ്റിക് നെർവിൻ്റെയോ അല്ലെങ്കിൽ ഫിമറൽ നെർവിൻ്റെയോ കംപ്രഷൻ കൊണ്ടാണ് ഇത് നടുവിൽ നിന്ന് ഈ രണ്ട് കാലിലേക്കും വേദന ഇറങ്ങുന്നത്. പലപ്പോഴും പറയാറുണ്ട്, കാലിൻ്റെ ചെറിയ വിരലോ അല്ലെങ്കിൽ